സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം മലയാളം ചോദ്യങ്ങളാണ്. മലയാളത്തിലെ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, വരും സമയങ്ങളിലൊക്കെ മലയാളത്തിലെ കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകാം. ഓക്കെ, ഒരു പരിധി വരെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഒരുപാട് വീഡിയോകൾ നമുക്ക് നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി. മലയാളം കേട്ടിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, വരും സമയങ്ങളിൽ പരമാവധി പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: രാപ്പകലുകൾ എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? രാപ്പകലുകൾ എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ? നോക്കാം. രാപ്പകൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് രാപ്പകൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് രാപ്പകൽ, അല്ലെ? രാപ്പകൽ. ഓപ്ഷൻ നോക്കാം: രാത്രിയും പകലും, രാവും പകലും, രാവിന് ശേഷമുള്ള പകലുകൾ, അതുപോലെ കണ്ണീരും കിനാവും എന്നിങ്ങനെയൊക്കെയാണ് തന്നത്. അപ്പൊ എന്താ രാപ്പകലുകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാപ്പകൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഒന്ന് രാത്രി ഒന്ന് പകൽ, അല്ലെ? രാത്രിയും പകലും എന്നാണ് വേണ്ടത്. പക്ഷെ അതിനെ വിഗ്രഹിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? രാത്രിയും പകലും എന്നല്ല നമ്മൾ പറയുക, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്താണ്? രാവും പകലും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് രാവും പകലും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രാവും പകലും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ചോദ്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണേ. ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാതെ ആയിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആത്മകഥ എന്ന വിഭാഗത്തിൽപ്പെട്ട കൃതി ഏതാണ്? ആത്മകഥ എന്ന വിഭാഗത്തിൽപ്പെട്ട കൃതി ഏതെന്നാണ് ചോദിച്ചത്. നോക്കാം. ആത്മഛായ, കഥാബീജം, ഓടയിൽ നിന്ന് കണ്ണീരും കിനാവും. ഇതിൽ ആത്മകഥ ഏതെന്നാണ് ചോദിച്ചത്. ആത്മകഥ വിഭാഗത്തിൽപ്പെട്ടത് കൃതി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആത്മഛായ, കഥാബീജം, ഓടയിൽ നിന്ന് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയിൽ ഇത് കണ്ണീരും കിനാവും എൻ്റെ ഓർമ്മ ശരിയാണ്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം. അല്ല, ഞാൻ ഇനി തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോയിൽ കമന്റ് ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? കൃത്യമായിട്ട് നോക്കിയാൽ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ കിട്ടിയ ആൻസർ ഓപ്ഷൻ ഡി, കണ്ണീരും കിനാവുമാണ്. ഓക്കെ, കണ്ണീരും കിനാവാണ്, ആത്മകഥയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇതാ എവിടെയാണ് മേലെ ഉള്ളത്. പാതിരാ കോഴി എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണ്ണയിച്ചാൽ ഏത് സന്ധി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാതിരാ കോഴിയെ പിരിച്ചെഴുതണം, എന്നിട്ട് സന്ധി നിങ്ങൾ നിർണ്ണയിക്കണം. ദ്വിത്വം, ആഗമം, ആദേശം, ലോപം, 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പാതിരാ കോഴി എങ്ങനെ വരിക? പാതിര രാത്രിയാണ്, പാതിര കൂട്ടണം കോഴി, അല്ലെ? പാതിരാ കോഴി, ഇതാണല്ലോ പാതിരാ കോഴി. അപ്പൊ പാതിരാ കോഴി ഇങ്ങനെയുള്ളതാണ്. ഇവിടെ ഒരു കാ ഇരട്ടിച്ചിട്ട് 2 കായായി മാറുന്നു. അപ്പൊ എന്താണ്? കാ ഇരട്ടിക്കുന്നു എന്ന് വെച്ചാൽ ദ്വിത്വസന്ധി. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ദ്വിത്വസന്ധിയാണ്. ദ്വിത്വ സന്ധിയാണ് ഇവിടെ വരിക. ഓക്കെ, പാതിരാ കോഴി. അടുത്തത്, ഭാഷാ പഠനത്തിന് നിരക്കാത്ത അനുക്രമീകരണം ഏതാണ്? ഒന്നുമില്ല, 4 സാധനം തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ എന്തല്ല, അത് ഭാഷാ പഠനത്തെ നിങ്ങളെ സഹായിക്കില്ല. ബാക്കിയൊക്കെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം. പ്രകടനത്തിന് മുൻപ് സ്വീകരണം. നെക്സ്റ്റ്, ഭാഷണ പരിശീലനത്തിന് മുമ്പ് വായന. തേർഡ്, വ്യക്തിയത്നത്തിന് മുമ്പ് സംഘയത്നം. വായനയ്ക്ക് മുമ്പ് കേൾവി. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഭാഷാ പഠനത്തിന് നിരക്കാത്ത അനുക്രമീകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ വരിക? ഭാഷാ പഠനത്തിന് നിരക്കാത്തത്, അതിനെ നമുക്ക് സഹായിക്കാത്ത കാര്യം ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നോക്കാം, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഭാഷണ പരിശീലനത്തിന് മുമ്പ് വായന. അതായത് നിങ്ങൾ ഭാഷ പഠിക്കുന്നതേ ഉള്ളൂ, അതിന് മുന്നേ നിങ്ങൾക്ക് വായിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാര്യം പഠിക്കണം, എന്നിട്ടേ വായനയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഭാഷണ പരിശീലനത്തിന് മുമ്പ് വായന എന്ന് പറയുന്നത് എന്തല്ല? ഭാഷാ പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമല്ല, കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ്. രാജസ താമസ ഭാവങ്ങൾ ഇടകലർന്ന കഥകളി വേഷം ഏതാണ്? ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, രാജസ താമസ ഭാവങ്ങൾ ഇടകലർന്ന കഥകളി വേഷം എന്ന് വെച്ചാൽ ഗാംഭീര്യത്തോട് കൂടിയിട്ടുള്ള ഒരു രാക്ഷസ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള വേഷം, രണ്ടും മാറി മാറി വരുന്ന വേഷം ഏതെന്നാണ് ചോദിച്ചത്. പച്ച, കത്തി, കരി, മിനുക്കുന്നൊക്കെ ആണ് തന്നിരിക്കുന്നത്. കൂടുതൽ ആളുകളും കരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രാജസ താമസ ഭാവങ്ങൾ ഇടകലർന്ന കഥകളി വേഷം ചോദിച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് വരിക? കരിയല്ല, പകരം കത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ്. കാഴ്ച ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രിക ഏതാണ്? ഓക്കെ, ഇവിടെ കാഴ്ച ശക്തി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. സ്നെല്ലർ ചാർട്ട്, ബ്രെയിലർ, മാഗ്നിഫയർ, ലാർജ് ഫോണ്ട് പുസ്തകങ്ങൾ. കാഴ്ച ശക്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ചോദിച്ചത്. അളക്കാനാണ്. ഓക്കെ, ബാക്കിയൊക്കെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഇതിലുണ്ടാവും. പക്ഷെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൻസർ സ്നെല്ലർ ചാർട്ട് ആണ്. ഇതാണ് കാഴ്ച ശക്തി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രി. നിങ്ങൾക്കറിയാലോ, കണ്ണിന്റെ ടെസ്റ്റ് നടത്താൻ പോകുമ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സാധനം വായിക്കാൻ നിങ്ങളോട് പറയും. അതിങ്ങനെ വലിയ വലിയ അക്ഷരം സെറ്റ്, പിന്നെ കുഞ്ഞി സാധനങ്ങളല്ലേ, പിന്നെ അതിലും ചെറുത്, പിന്നെ ചെറുത് അങ്ങനെയൊക്കെ വായിക്കാൻ പറയാറില്ലേ? ആ സാധനമാണ് ഈ സ്നെല്ലർ ചാർട്ട് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ഭാഷാപരമായ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ നോക്കാം. കവിത ഹൃദിസ്ഥമാക്കൽ, സംവാദങ്ങളിൽ ഏർപ്പെടൽ, ഭാഷാ വ്യവഹാര രൂപങ്ങളുടെ രചന, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിൽ ഏർപ്പെടൽ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ഭാഷാപരമായ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനം അല്ലാത്തത്.
എന്ന് വെച്ചാൽ 3 എണ്ണം ഭാഷാപരമായ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, ഒരെണ്ണം നൽകുന്നില്ല. ആ നൽകാത്ത സാധനം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ ആൻസർ ചെയ്താൽ വരുവാ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും, വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് എന്താണ്? പ്രഭാഷണങ്ങളിൽ ഏർപ്പെടൽ നമ്മളെ ഭാഷ വികസനത്തിന് സഹായിക്കുന്നുണ്ട് അല്ലെ? ശരിയാണ്. ഭാഷാ വ്യവഹാര രൂപങ്ങളുടെ രചന തീർച്ചയായിട്ടും രചനയൊക്കെ നമ്മളെ സഹായിക്കും. സംവാദങ്ങളിൽ ഏർപ്പെടൽ നമ്മുടെ ഭാഷ കഴിവിനെ അത് സഹായിക്കും. എന്നാൽ കവിത ഹൃദിസ്ഥമാക്കൽ എന്ന് വെച്ചാൽ ബയാട്ട് ചെയ്യൽ കാര്യമുണ്ടോ? ഒന്നുമില്ല. അത് നമ്മുടെ ഭാഷയെ സഹായിക്കുന്നില്ല. റോട്ട് മെമ്മറിയാണ്. ഒന്നും ബയാട്ട് പഠിക്കാൻ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതിതുച്ഛമായ നേട്ടം എന്ന് അർത്ഥം വരുന്ന ശൈലി ഏതാണ്? അതിതുച്ഛമായ നേട്ടം, ഒന്നുമില്ല, തുച്ഛമായ നേട്ടം. ഉള്ളി തൊലിച്ച പോലെ, ആനവായിൽ അമ്പഴങ്ങ, ഉലുന്തന്റെ മുതൽ പോലെ, അതുപോലെ തന്നെ ആറ്റിൽ കായം കലക്കിയ പോലെ. ഇതിൽ അതിതുച്ഛമായ നേട്ടം, ചെറിയ നേട്ടം എന്നുള്ളതിന്റെ അർത്ഥത്തിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? പിന്നെ അതിതുച്ഛമായ നേട്ടം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശൈലിയാണ് ഏത്? യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല. ആനവായിൽ അമ്പഴങ്ങ എന്നുള്ളതാണ്. ആനവായിൽ അമ്പഴങ്ങ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ കാര്യം, അത്രയേ ഉള്ളൂ. അതായത് ആനയുടെ വായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, തുമ്പിക്കൈൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വലിയൊരു സാധനമാണ്. അതിനുള്ളിൽ പോയി അമ്പഴങ്ങ വെച്ചാൽ കുഞ്ഞൊരു സാധനം, അത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എന്താ ഉണ്ടാവുക? അത്രയേ ഉള്ളൂ. ആനവായിൽ അമ്പഴങ്ങ എന്ന് വെച്ചാൽ തുച്ഛമായ നേട്ടം ആനയ്ക്ക് സംഭവിച്ചിടത്തോളം തുച്ഛമാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആറ്റിൽ കായം കലക്കൽ തോന്നും. അതെന്ന് വെച്ചാൽ എന്താണ്? വ്യർത്ഥമായ കാര്യങ്ങളാണ്. ആറ്റിൽ കായം കലക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലേശം കായം പോയിട്ട് നിങ്ങൾ സാമ്പാറൊക്കെ കലക്കി അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു കടലിൽ പോയി അല്ലെങ്കിൽ ഒരു വലിയ ജലാശയത്തിൽ പോയി നിങ്ങൾ ഒരു ലേശം കായം കലക്കിയാൽ എന്താണ്? എഫക്റ്റേ ഇല്ല അല്ലെ? അതിന് കാര്യമില്ല. എന്ന് വെച്ചാൽ വ്യർത്ഥമാണ്, ഒന്നുമില്ല. ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അതിന്റെ ഇതാ നേരെ ഇപ്പുറത്തുള്ള ഓപ്ഷൻ നോക്കിക്കോ. ഇതാ നമുക്ക് നേരെ പോകാം. ഇത് നോക്കിക്കോ. കാഴ്ചയ്ക്ക് നല്ലത് കാര്യത്തിന് മോശമായിരിക്കും എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കാഴ്ചയ്ക്ക് നല്ലതാണ് പക്ഷെ കാര്യത്തിന് മോശമായിരിക്കും. കാണാൻ നല്ലതാണ് പക്ഷെ എന്താണ്? കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് വെറും വീടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. മോശമായിരിക്കും. ഓക്കെ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? അടുപ്പ് കല്ലിന് അഴക് വേണമോ? അടുക്കള തൂണിന് അഴകെന്തിന്? അതുപോലെ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കാഴ്ചയ്ക്ക് നല്ലതാണ് കാര്യത്തിന് മോശമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് അർത്ഥത്തിലാണ് ശൈലി ഉപയോഗിക്കുക? ആൻസർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. കാണാൻ നല്ല ചക്കയാണ്, വെട്ടി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. എന്ന് വെച്ചാൽ കാഴ്ചയിൽ നല്ലതാണ് പക്ഷെ എന്തല്ല, കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മോശമായിരിക്കും എന്നാണ്. ഓക്കെ, ചില ആളുകളൊക്കെ കാണുന്നവർക്ക് നല്ല മനുഷ്യന്, അതുകൊണ്ട് അടുക്കുമ്പോഴേക്കും മനസ്സിലാവും വെറും കച്ചറ ചപ്പിളി സ്വഭാവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, അടുക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെയും അങ്ങനെ ആക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടിയിൽ ജന്മസിദ്ധമായ ഭാഷാ ഘടകമുണ്ട് എന്ന് പ്രസ്താവിച്ച സൈദ്ധാന്തികൻ ആരാണ്? ജന്മസിദ്ധമായ ഭാഷാ ഘടകം എന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ആണ്, നോം ചോംസ്കി ആണ്. ഇതിന് ഓപ്ഷൻ ഒന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് വരിക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം, പ്രയോഗത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുക. അത് നമുക്ക് ചെയ്യാം അല്ലെ? ചെണ്ട കൊട്ടി നടക്കുക, വിഡ്ഢിയാക്കുക, താളം പിടിക്കുക. എന്താ വരിക? ചെണ്ട കൊട്ടിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി സി ആണ്, വിഡ്ഢിയാക്കുക, പൊട്ടനാക്കുക എന്നുള്ളതാണ്. അയാളിട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരാൾ പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചാടിക്കുക എന്ന് വെച്ചാൽ മണ്ടനാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, വിഡ്ഢിയാക്കുക ആളെ മുമ്പിൽ. നെക്സ്റ്റ്. ഡി സ്കൂളിംഗ് സൊസൈറ്റി എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഇതൊരു പുസ്തകമാണ്, നോട്ട് ചെയ്ത് വെക്കണം, ജനറൽ ആണ്, ഏതിൽ വേണമെങ്കിലും ചോദ്യം വന്നേക്കാം. എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നാണ്? പൗലോ ഫ്രയർ, ജോൺ ഡ്യൂയി, റൂസോ, ഇവാൻ ഇല്ലിച്ച്. ഓക്കെ, അപ്പൊ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ? ഡി സ്കൂളിംഗ് പിന്നെ എന്ന സൊസൈറ്റി എന്ന പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവാൻ ഇല്ലിച്ച് ആണ്. ഓക്കെ, ഇവാൻ ഇല്ലിച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവാൻ ഇല്ലിച്ച്. ക്ലിയർ. നെക്സ്റ്റ് നേരെ ഇപ്പുറത്ത് നോക്കുക. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന്റെ സൂചകങ്ങളിൽ പെടാത്തത് ഏതാണ്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന്റെ സൂചകങ്ങളിൽ പെടാത്തത്: കണ്ടെത്തൽ പഠനം, രേഖീയ പഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം. നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ ഒരു സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അല്ലെ, കഴിഞ്ഞ സെഷനിൽ. അപ്പൊ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഏതാണ് അതിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എന്താ വരിക? രേഖീയ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബാക്കിയൊക്കെ കണ്ടെത്തൽ പഠനം, സഹവർത്തിത, സംവാദാത്മകം ഒക്കെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനമാണ്. നെക്സ്റ്റ്. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞല്ലോ ശിവശിവ. ഈ വരികളിലെ ശബ്ദഭംഗി ഏതാണെന്നാണ് ചോദിച്ചത്. രൂപകം, ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, ഉപമ. നിങ്ങൾ ആ വരികൾ കൃത്യം നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞല്ലോ ശിവശിവ അല്ലെ. അവസാനം നിങ്ങൾ എന്താണ് ശിവശിവ എന്നാക്കി നിൽക്കാൻ പാടില്ല, കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരുക? നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇത് ഒന്നാമത്തെ വരി അല്ലെ, ഇത് രണ്ടാമത്തെ വരി, സംശയമൊന്നുമില്ലല്ലോ. അതിൽ ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരം നോക്കിയേ, നീ എന്നാണല്ലോ. വീണിതല്ലോ നീ. രണ്ടാമത്തെ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം നോക്കിയേ, ശോണി, നീ തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രണ്ട് വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നു. അതാണ് ഇതിലെ ഒരു വർണ്ണം. ഓക്കെ, ഇതിന്റെ ഒരു രസമാക്കിയിട്ട്, ഒരു അലങ്കാരമാക്കിക്കൊണ്ട് കവി എഴുതിയത് ഇങ്ങനെയാണ്. ആ രണ്ടെണ്ണതാ വീണിതല്ലോ ശോണിതം, വീണി ശോണി, നീ വന്നു അല്ലെ. അത് വരുമ്പോൾ എന്താണ്, ആ രണ്ട് വരികൾക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കവി ആ രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ശബ്ദഭംഗി എന്ന് പറയാം, ഭംഗി കൂട്ടാനായിട്ട്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ദ്വിതീയ അക്ഷരപ്രാസം.
രണ്ടിനും പ്രാസം ഒപ്പിച്ചാണ് രണ്ടിനും രണ്ടാമത്തെ അക്ഷരം ദ്വിതീയ അക്ഷരമാണ് പ്രാസമായി വന്നത്. ഇനിയിപ്പോൾ ആദ്യത്തെ അക്ഷരമാണെങ്കിൽ അതിനെ ആദ്യാക്ഷര പ്രാസം എന്ന് നമ്മൾ വിളിക്കും. ഒന്നിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഉപമ എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അടുത്തത് 140 നേരെ ഇപ്പത്തതാ. പഠന സാമഗ്രികളെ കുറിച്ച് ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ കാഴ്ചപ്പാടുകളുമായി ചേർന്ന് പോകാത്ത പ്രസ്താവന ഏതാണ്? പഠന സാമഗ്രികളെ കുറിച്ച് ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ കാഴ്ചപ്പാടുകളുമായിട്ട് ചേർന്ന് പോകാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. പാഠപുസ്തകങ്ങൾക്ക് പകരം പലതരം ജൈവ പാഠങ്ങളാണ് വേണ്ടത്. നെക്സ്റ്റ്, പാഠപുസ്തകത്തിൽ നിന്ന് ജൈവ പാഠങ്ങൾ സൃഷ്ടിക്കണം. അടുത്തത്, പല രീതിയിൽ കുട്ടിയോട് സംവദിക്കുന്നതും നിരന്തരം വികസിച്ചു വരുന്നതുമാകണം പാഠപുസ്തകങ്ങൾ. അടുത്തത്, പാഠപുസ്തകം തന്നെയാണ് പദ്ധതിയായി മാറേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ചോദ്യം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനൊക്കെ പറ്റും, വളരെ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? പഠന സാമഗ്രികളെ കുറിച്ച് ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ കാഴ്ചപ്പാടുകളുമായിട്ട് ചേർന്ന് പോകാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചത്. ചേർന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എയോ ബിയോ സിയോ ഒക്കെ തോന്നും. ചേർന്ന് പോകാത്തതെന്ന് വെച്ചാൽ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. പാഠപുസ്തകം തന്നെയാണ് പദ്ധതിയായി മാറേണ്ടത് എന്നാണ് പറയുന്നത്. പാഠപുസ്തകം തന്നെയാണ്. പാഠപുസ്തകത്തിൽ നിന്നും അതിൽ നിന്ന് പുറത്തേക്കൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പല രീതിയിൽ കുട്ടിയോട് സംവദിക്കുന്നതും നിരന്തരം വികസിച്ചു വരുന്നതുമാകണം പാഠപുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പാഠപുസ്തകത്തെ തന്നെ പദ്ധതിയായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അടുത്തത്, നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? അല്ലെ, ഇത് എം മുകുന്ദന്റെ കൃതിയല്ലേ? അല്ലെ, നൃത്തം ചെയ്യുന്ന കുടകൾ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എന്നാലും നോക്കാം നമുക്ക്. എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അത് അറിയുന്നതായിരിക്കും. കവിത, നോവൽ, കലാപഠനം, സഞ്ചാര സാഹിത്യം. അപ്പൊ ഏതിലെ വരുക? നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്നത് സഞ്ചാര സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സഞ്ചാര സാഹിത്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, ശാരീരിക മാനസിക വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ 2016 രൂപീകരിച്ച നിയമം ഏതാണ്? 2016 ശാരീരിക മാനസിക വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? RPWD ആക്ട് അല്ലേ? RPWD ആക്ട് ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ് ആൻസർ വരിക? RPWD ആക്ട് ആണ് വരിക 2016. നമുക്കറിയാം PWD ആക്ട് എന്ന് പറയുന്നത് 1995 വന്നു. പിന്നീട് അതിനെ റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ RPWD ആക്ട്. അത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞാണ് വന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ബുദ്ധിശക്തി കുറവായിരിക്കും, സാമൂഹ്യ ഇടപെടലും ആശയവിനിമയ ശേഷിയും കുറവായിരിക്കും, ശാരീരിക ക്ഷമത കുറവായിരിക്കും, അതുപോലെ ഗണിത പഠന ശേഷിയും പാട്ട് പാടാനുള്ള കഴിവും കുറവായിരിക്കും. ഇതിൽ ഓട്ടിസം ബാധിച്ച കുട്ടിയെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവന ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ഇടപെടലും ആശയവിനിമയ ശേഷിയും കുറവായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. സാമൂഹ്യ ഇടപെടലും ആശയവിനിമയ ശേഷിയും കുറവായിരിക്കും എന്നേ പറയാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ? അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല, മറ്റൊരാളുടെ പഠനം സുഗമമാക്കാനേ കഴിയൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല, നമുക്ക് അവരെ സഹായിക്കാൻ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്കിന്നർ, വാട്സൺ, പാവലോ, കാൾ റോജേഴ്സ്. ആരാ പറഞ്ഞത്? സ്കിന്നർ, വാട്സൺ, പാവലോ, കാൾ റോജേഴ്സ്. അപ്പൊ ഇവരിൽ ആരാ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ കാൾ റോജേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ആർക്കും മറ്റൊരാളെ പഠിപ്പിക്കാനാവില്ല, പഠിപ്പിക്കാനൊന്നും ആവില്ല, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ അതിലൂടെ നിങ്ങളുടെ പഠനം സുഗമമാക്കും അല്ലെ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കാൾ റോജേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റിലേക്ക് വരുന്നതാണ്. താള വ്യത്യാസമുള്ള വരികൾ ഏതാണെന്നാണ് ചോദിച്ചത്. താള വ്യത്യാസം നമുക്കറിയാലോ. ഒരുപോലെയുള്ള വരികളും വ്യത്യസ്ത വരികളൊക്കെ നമുക്കറിയുന്നതാണ്. കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ താള വ്യത്യാസമുള്ള വരി എന്ന് വെച്ചാൽ ഇവിടെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 3ഉം ഒരേ താളത്തിൽ നമുക്ക് പാടാൻ പറ്റും. സമാന താളത്തിലായിരിക്കും, ഒരെണ്ണം വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഇതിങ്ങനെ പ്രിന്റിങ് വന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഒന്നാമത്തെ വരി ഇങ്ങനെയാണ്: ചെരുപ്പില്ലാത്തവരാണൻ സന്തത സഹചരൻ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ വരി. ഇവിടെ വരെയാണ് ഒരു വരി, ബാക്കി അങ്ങോട്ട് അടുത്ത വരി, അങ്ങനെയാണ്. രണ്ടാമത്തെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തേർഡ് പിന്നെ അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, ഇതാണ് ഒരു വരി. പിന്നെ അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്, രണ്ടാമത്തെ വരി. അടുത്ത അങ്ങനെ തന്നെയാണ്: മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി, അതൊരു വരി, ബാക്കി അടുത്ത വരി. ഓക്കെ, അത് സ്പേസിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. അപ്പൊ താള വ്യത്യാസമൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞ എണ്ണി കണ്ടുപിടിക്കാനാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ആ ക്ലാസ് പോയിട്ട് ഒന്ന് കാണുക, എന്നിട്ട് വരിക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, എണ്ണാൻ വേണ്ടി എൻ്റെ കൂടെ കൂടുക, നമുക്ക് എണ്ണാം. ഓക്കെ, ഒരുമിച്ച് എണ്ണാം. എണ്ണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എന്ത് ചെയ്യേണ്ട, പിന്നെ ചന്ദ്രക്കലകൾ നിങ്ങൾ എണ്ണണ്ട, ചന്ദ്രക്കലയായിട്ടുള്ള എണ്ണണ്ട. പിന്നെ ചില്ലക്ഷരങ്ങൾ നിങ്ങൾ എണ്ണാൻ പാടില്ല. ഇന്ന്, ഇല്ല്, മനസ്സിലായില്ലേ? ഇണ്ണ്, ഇള്ള്, ഇങ്ങനത്തെ ചില്ലക്ഷരങ്ങൾ എണ്ണണ്ട. പിന്നെ ര്, അവന്, അല്ലെ, ഇങ്ങനെയുള്ള പിന്നെ ചന്ദ്രക്കലകൾ നിങ്ങൾ എന്തല്ല എണ്ണേണ്ടതില്ല. ഇനി നമുക്ക് നോക്കാം. ചെരുപ്പ് ഇതാ നോക്കിക്കോ, എണ്ണാൻ പോകുന്നത്. ഒന്നാമത്തെ എണ്ണാൻ പോകുന്നത് നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇനി നമ്മൾ എണ്ണണ്ട. അപ്പൊ ഒന്നാമത്തെ വരിയിൽ 14 അക്ഷരമുണ്ട്. രണ്ടാമത്തിലേക്ക് വരാം.
1 2 3 4 5 6 7 8 9 10 11 12 13 14 അല്ലെ ഇറ് നമ്മൾ എണ്ണാൻ പാടില്ല അപ്പൊ ടോട്ടൽ 14 തന്നെയാണ് ഉള്ളത് ഓക്കെ ഇൻമ എന്നൊക്കെ ഉള്ളതിലൊക്കെ കൂട്ടക്ഷരമൊക്കെ ഒന്നായിട്ട് തന്നെ നമ്മൾ എണ്ണല് 14 എണ്ണാണ് ഉള്ളത് അപ്പൊ ഇനി വരുന്നതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് വരികളിലും 14 വീതം കിട്ടണം എന്നാലേ നമുക്ക് ഉത്തരവുള്ളൂ ഓക്കെ അടുത്ത നോക്കാം ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണത്തിൽ അവിടെ നിർത്തിയിട്ടുണ്ട് നിൽക്കട്ടെ നോക്കാം നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 നിന്നു എന്ന് വെച്ചാൽ ഡിസോർഡർ ആയി എന്തായാലും കൺഫ്യൂഷൻ വന്നു പക്ഷെ ഇത് കണ്ടപാടെ നിങ്ങൾ ഉറപ്പിക്കാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഇനിയിപ്പുള്ള രണ്ടെണ്ണത്തിലും ഇതേപോലെ 13 12 ആണ് വരുന്നെങ്കിൽ എന്താണ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരും ബാക്കി ഓപ്ഷൻ എ മാത്രമേ വ്യത്യസ്തമായിട്ട് നിൽക്കൂ ഇനി അങ്ങനെയല്ല മറ്റുള്ള ഇനി 14 വരുന്നെങ്കിൽ നമ്മുടെ ആൻസർ ബി ആവാം അപ്പൊ എയോ ബിയോ എന്തും ആവാം നിലവിൽ നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല ഒന്നും കൂടെ നോക്കാം അടുത്തത് ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ര് വേണ്ട ചന്ദ്രക്കരി ഉണ്ട് അപ്പൊ 14 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഓക്കെ ഇറൊന്നും വേണ്ട അപ്പൊ 14 കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്ത തന്നെയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും 14 തന്നെ കിട്ടും ഓക്കെ വേണം കണ്ടിത്തറ ഏതാന്ന് നോക്കിക്കോ 1 2 3 4 5 6 7 ഓക്കെ 8 9 10 11 12 13 14 കറക്റ്റ് 14 ആണ് അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഓക്കെ 14 കറക്റ്റ് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എണ്ണീറ്റില്ല ഇല്ല എണ്ണീറ്റില്ല ചില്ലക്ഷരമാണ് അതിന്റെ ആവശ്യമില്ല പിന്നെയോ നദിയുടെ പേര് ഞാൻ ഇന്ന് നമ്മൾ എണ്ണീറ്റില്ല ചില്ലക്ഷരമാണ് മറന്നുപോയി യു നമ്മൾ എണ്ണീറ്റില്ല അതിനും ചില്ലക്ഷരമുണ്ട് മറ്റേത് ചില്ലക്ഷരം ഇത് ചന്ദ്രക്കലയാണ് ചന്ദ്രക്കലയിലുകൊണ്ടാണ് നമ്മൾ എണ്ണാഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ആൻസർ കിട്ടിയതാണ് ഡിസോർഡർ ആയി വരുന്നത് 13 12 ആണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് അപ്പൊ എണ്ണി കണ്ടുപിടിക്കേണ്ട ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക ക്ലാസ് നിർബന്ധമായിട്ട് കാണണം ബി ആണ് ആൻസർ സോറി ഞാൻ സിയിൽ അറിയാണ്ട് വരച്ചു പോയതാണ് ബി ആണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മലയാളം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉറപ്പാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വരും സമയങ്ങളിലും എന്ത് കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം പഠിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തലേ ദിവസമൊക്കെ ഒന്ന് ലീവ് എടുത്താലും തെറ്റൊന്നുമില്ല ഓക്കെ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത സെഷനിൽ കാണാം നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോവുക ഓക്കെ ഒന്നുമില്ല വെറുതെ എണ്ണം കൂട്ടാനേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്കൊരു രസമല്ല കാണാം അപ്പോൾ അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വെറുതെ വന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഇട്ടിട്ട് പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതാം സംശയങ്ങളുടെ തീർച്ചയായിട്ടും ചോദിക്കാം അപ്പോൾ ഈ കൂട്ടി നമുക്ക് സമാനതാളം കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും അടുത്ത സെഷനിൽ കാണാം താങ്ക് യു